നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചോതി. ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 7-ാം ഭാവത്തിലാണ്, വ്യാഴത്തിൻ്റെ വീക്ഷണത്തിൽ. സ്വാഭാവികമായിട്ടും വളരെ ഗുണകരമായ ദിവസമാണ് ഇന്നിവർക്ക്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനുകൂലമായ സന്തോഷകരമായ വാർത്ത കേൾക്കുന്ന ദിവസം. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സിൻ്റെ കാര്യത്തിലും, അതായത് ഒരുമിച്ച് ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഇന്ന് വളരെ ഗുണകരമായ ദിവസമാണ് കാണുന്നത്. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാർക്കും ഇന്നത്തെ ദിവസം പൊതുവേ ഗുണകരമാണ്. നിർത്തിവെച്ച പ്രവർത്തനങ്ങൾ കൂടുതൽ ഉന്മേഷത്തോടുകൂടി, കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസമാണ്. ശത്രുക്കൾ പോലും ഇന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ കാണുന്നു. അല്ലെങ്കിൽ ശത്രുക്കൾക്കുമേൽ ഈ നക്ഷത്രക്കാരുടെ അഭിപ്രായം ഇന്ന് മേൽക്കൈ വരികയും അവർക്ക് വിജയം വരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായ ബാധ്യതകളൊക്കെ മാറുന്ന ദിവസം, കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടുന്ന ദിവസം. മിഥുനം രാശി. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവേ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷവശങ്ങൾ ഇന്ന് സമ്മാനിക്കുന്നതുകൊണ്ട് 5-ലെ ചന്ദ്രൻ്റെ അവസ്ഥ കൂടുതലായിട്ട് ചിന്തിക്കണം. പക്ഷേ ശുഭക്ഷേത്രത്തിൽ, സ്ത്രീ ക്ഷേത്രത്തിൽ, ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് ചില അനുകൂല ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനങ്ങൾ കേൾക്കാനോ വിജയമുണ്ടാകാനോ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ക്രിയേറ്റിവിറ്റിയുടെ ഭാഗങ്ങളിലുമൊന്നും ദോഷം കാണുന്നില്ല. സാമ്പത്തികമായിട്ടും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് സഞ്ചാരം. കർക്കിടകം രാശിയുടെ അധിപൻ 4-ൽ തന്നെ സഞ്ചരിക്കുന്നതുകൊണ്ടും ബന്ധുക്ഷേത്രത്തിലുള്ളതുകൊണ്ടും മാതാവിന് ദോഷമൊന്നും കാണുന്നില്ല. യാത്രാ സംബന്ധമായ കാര്യങ്ങളിലും ഗുണം കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സന്തോഷം നൽകുന്ന ദിവസമാണെന്ന്. ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഗുണം ഇവർക്ക് വളരെ അനുകൂലമായിട്ടുണ്ടാകും. എന്നാൽ ശാരീരികമായ ചെറിയ അവശത, ഈ ഉദരത്തിൻ്റെ മേൽഭാഗത്തിനോ അതായത് അപ്പർ അബ്ഡമിൻ ഭാഗത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഈ ഒരു ശല്യം ഒഴിച്ചാൽ ഗുണകരമാണ് ഇന്നത്തെ ദിവസം കർക്കിടകം രാശിക്കാർക്ക്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗങ്ങൾ അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ വളരെ ഗുണകരം. സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും വളരെ ഗുണം കിട്ടുന്ന ദിവസമാണെന്ന്. അവരുമൊത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ദിവസമാണെന്ന്. ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ അത് ചിലപ്പോൾ പെട്ടെന്നായാൽ പോലും ഇന്ന് ഗുണകരമായി മാറുന്നു. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു ഗുണം ഇവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ചെറിയ ചില യാത്രകൾ പോലും ഇന്ന് വളരെ ഗുണകരമായിട്ട് വരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ഇവർക്കിന്ന് സാമ്പത്തികമോ മറ്റു സഹായങ്ങളോ ലഭിക്കുന്നതാണ്. സാഹസികമായ തീരുമാനങ്ങളിലൊക്കെ തന്നെ ഇന്ന് വലിയ ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ് ചിങ്ങം രാശിക്കാർക്ക്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വാചകം അല്പം സൂക്ഷിക്കുക. തങ്ങളിൽ നിന്ന് പോകുന്ന വാക്കുകൾ ചിലപ്പോൾ ഇഷ്ടക്കേടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് ഇടപഴകുമ്പോഴും ചെറിയ ചില അസ്വാരസ്യങ്ങളോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കാമുകന്മാർക്കും ചിലപ്പോൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തങ്ങളുടെ കാമിനിമാരോട് ഇടപെടാൻ പുരുഷ നക്ഷത്രക്കാരോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ പ്രശ്നമോ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് അകന്നിരിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി. ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. സ്വന്തം ശരീരത്തിനും മനസ്സിലും കുറേ നാളുകൾക്ക് ശേഷം ആയാസരാഹിത്യം തോന്നുന്ന ദിവസം, അതായത് വളരെ ഉന്മേഷവും ശുഷ്കാന്തിയും തോന്നുന്ന ദിവസം. അതുകൊണ്ട് കർമ്മത്തിൽ അത് പ്രതിഫലിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ, ഫലപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. യാത്രാഗുണമുണ്ടാകുന്നു. ക്ഷീണം ഇല്ലാതെ തന്നെ വളരെ നന്നായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് വരും ദിനങ്ങളിൽ ഇവർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു തങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്.
വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചന്ദ്രൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അധിക ചിലവിൻ്റെ ഒരു ദിവസമെന്ന് വേണം കാണാൻ. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതിനാൽ ഇതൊന്നും തന്നെ ദോഷകരമായി വരുമെന്ന് കാണുന്നില്ല. ഒരുപക്ഷെ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാതാവിനോ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത സ്ത്രീ സുഹൃത്തിനുമൊക്കെ സാമ്പത്തികമായി ഏതെങ്കിലും സഹായം ചെയ്യുന്നതാവാം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വിഷയത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയത്തിലോ ഇടപെടുന്നതാകാം. ഉടനെ ലാഭം കിട്ടില്ലെങ്കിലും ഇതൊരു നന്മയുടെ ഭാഗമായി ഈ ചിലവഴിക്കൽ കണ്ടാൽ മതി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. വളരെ ഗുണകരമാണത്. സർവാഭീഷ്ടം, എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തൊടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ഇന്ന് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ കാര്യത്തിൽ ഉയർച്ചയുടെ തുടക്കമാവാനും സാധ്യത. നല്ല സാമ്പത്തിക നേട്ടം കാണുന്നു. നല്ല വിജയമുണ്ടാകുന്നു. യാത്ര ലക്ഷ്യത്തിലെത്തുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സമാഗമത്തിന് സാധ്യതയുണ്ട്. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെയും ദിവസമാണിന്ന്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖല കൂടുതൽ പ്രകാശമാനമാകുന്ന ദിവസമാണ്. അത് സ്വന്തം തീക്ഷ്ണ ബുദ്ധി കൊണ്ടോ ക്രിയേറ്റിവിറ്റി കൊണ്ടോ ഒക്കെ നല്ലൊരു രീതിയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വരും കാലങ്ങളിൽ കർമ്മമേഖലയിൽ കൂടുതൽ ഉയരാനുള്ള സാധ്യതയുടെ തുടക്കമായി വേണം ഇന്നത്തെ ദിവസത്തെ കാണാൻ. സാമ്പത്തിക നേട്ടവും കാണുന്നു. എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം തന്നെ ബുദ്ധിപരവും ക്രിയാത്മകവുമായ വിജയമുണ്ടാകുന്നു. ഇന്നത്തെ യാത്ര വിജയത്തിലെത്തുന്നു. ബന്ധുമിത്രാദികളുമൊത്ത് നല്ല രീതിയിൽ ഇടപഴകാൻ സാധിക്കുന്നു. നല്ല ഭക്ഷണത്തിനും നല്ല വസ്ത്രം ധരിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് ചെറിയ തടസ്സമുണ്ടാകാം. പ്രത്യേകിച്ചും മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ ചില അനിഷ്ട വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നാലും അതിനെല്ലാം തന്നെ പരിഹാരം കാണുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതിന് മാറ്റമുണ്ടാകുന്നു. യാത്രയും മാറ്റിവെക്കപ്പെടുന്ന ദിവസങ്ങളിലേക്ക് ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പിതാവിന് ചെറിയ തോതിലുള്ള ശാരീരിക അവശത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള അവശതയോ പ്രശ്നങ്ങളോ ആകാം. ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. മീനം രാശി. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനം രാശിക്കാർക്ക് അഷ്ടമരാശിയിലൂടെയാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അഷ്ടമരാശിയിലെ ചന്ദ്രൻ്റെ സഞ്ചാരം സാമ്പത്തികമായിട്ട് സഹായം ചെയ്യും. വളരെ അപ്രതീക്ഷിതമായ ആൾക്കാരിൽ നിന്നായിരിക്കും സാമ്പത്തിക സഹായം ലഭിക്കുക. എന്നാൽ ശാരീരികമായ അവശത കൊണ്ടോ മാനസിക വിഷമങ്ങൾ കൊണ്ടോ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു മന്ദത ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശത്രു കൂടുതൽ തങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഓരോ വ്യക്തിയോട് ഇടപഴകുമ്പോഴും അങ്ങേയറ്റം കരുതലോടുകൂടി സംസാരിക്കുക. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ജലജന്യമായ അസുഖങ്ങളും ഉണ്ടാകാം. അതായത് ജലത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ, കഫപ്രകൃതിയുള്ളവർക്ക് ശ്വാസതടസ്സത്തിനോ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. പരമാവധി തങ്ങളെ രക്ഷിക്കുന്ന ചുറ്റുപാടുകളിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.